കേരള കർണാടക അതിർത്തിയായ പൈവളിക പഞ്ചായത്തിലെ ബായാർ എന്ന പ്രദേശത്താണുള്ളത്. ഇവിടെ 16 കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയാണ് ഈ കാണുന്നത്. വലിയ അപകടാവസ്ഥയിലുള്ള ഒരു അംഗൻവാടി കൂടിയാണ്. അതിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടാൽ അത് ബോധ്യമാകും. കുട്ടികൾ എല്ലാം ആശ്രയിക്കുന്ന ഈ പ്രദേശത്തെ കുട്ടികളൊക്കെ അവരുടെ പ്രാഥമിക പഠനത്തിന് ആശ്രയിക്കുന്ന ഒരു അംഗൻവാടി ആണിത്. പക്ഷേ ഇത് വലിയ രീതിയിലുള്ള അപകടാവസ്ഥയിലാണുള്ളത്. ഏത് സമയവും തകർന്നു വീഴാൻ അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴാൻ പറ്റുന്ന രീതിയിലുള്ള അവസ്ഥയിലാണ് ഈ അംഗൻവാടി ഉള്ളത്. കുട്ടികൾ ഒരു രീതിയിലും ഇങ്ങോട്ട് അയക്കാൻ പറ്റില്ല എന്നതാണ് രക്ഷിതാക്കൾ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ ഭിത്തിയൊക്കെ വിണ്ടു കീറിയ നിലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കുട്ടികളെ ഇങ്ങോട്ട് രക്ഷിതാക്കൾ അയച്ചിരുന്നില്ല. ഇവിടെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. ഈ ബിൽഡിംഗ് എത്രത്തോളം അപകടാവസ്ഥയിലാണ് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ ദൃശ്യങ്ങൾ. ഇവിടെയൊക്കെ ഇത്തരത്തിൽ വിണ്ടുകീറിയ നിലയിലാണ്. അപ്പോൾ കുട്ടികൾക്ക് സുരക്ഷിതയില്ല അല്ലെങ്കിൽ സുരക്ഷിതത്വമില്ല എന്നതാണ് രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഈ അപകടാവസ്ഥ പരിഹരിക്കാതെ കുട്ടികളെ അയക്കില്ല എന്നതാണ്. ഈ അതിർത്തി പ്രദേശമാണ്, കർണാടകയോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണിത്. ഇവിടുത്തെ പഞ്ചായത്ത് അംഗം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ്, എന്ത് വിശ്വസിച്ചാണ് കുട്ടികളെ ഈ കെട്ടിടത്തിലേക്ക് അയക്കുക? ഈ അംഗനവാടിയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പഞ്ചായത്ത് അംഗം എന്ന നിലക്ക് നിരവധി തവണയാണ് ഞാൻ ഈ ബന്ധപ്പെട്ട ആളുകളെടുത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഗൗരവം, ഒരു സുരക്ഷിതമല്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് എൻ്റെ വാർഡിലെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ അയക്കണമെന്ന ആശങ്ക ഞാൻ പല തവണയായി ബോർഡിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇനി കേവലം നമ്മൾ സംസാരത്തിൽ മാത്രമല്ല, രേഖാമൂലം എൻ്റെ ലെറ്റർ പാഡിൽ ഈ സംഭവം, ഇതിൻ്റെ ഗൗരവം, ഇത് അടിയന്തരമായി, ഇതെന്ന് പറഞ്ഞാൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഒരു അംഗനവാടിയാണ്. നിരവധി സ്ഥലങ്ങളിൽ പൂട്ടിക്കിടക്കുന്ന അംഗനവാടിയുണ്ട്, ഒരു പകര സംവിധാനമുണ്ട്. അതല്ലെങ്കിൽ ഞാൻ അവരോടുത്ത് അഭ്യർത്ഥിച്ചത്, നിങ്ങളതല്ലെങ്കിൽ എൻ്റെ വാർഡിലെ ആ കുട്ടികൾക്ക് ഒരു സുരക്ഷിതമായ മറ്റൊരു കെട്ടിടം നിങ്ങൾ കണ്ടെത്തിത്താ. ഫണ്ടില്ല, ഫണ്ട് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു മാറ്റി നിൽക്കുന്ന സമീപനമാണ് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഡിസംബറിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആദ്യം വന്ന് സന്ദർശിച്ച ഒരു അംഗനവാടിയാണിത്. ഈ അംഗനവാടിക്ക് സന്ദർശിക്കുകയും അതിനുശേഷം ജനുവരി മുതൽ ഈ മാസം വരെ നടന്ന എല്ലാ ബോർഡ് യോഗത്തിലും ഞാൻ ഈ ആശങ്ക ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറൊന്നിൻ്റെ പേരിലോ ഒരു മാറ്റി നിൽക്കുന്ന ഒരു സമീപനമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അംഗനവാടിയുടെ ടീച്ചർ വിളിച്ചിട്ട് ഇതൊരു ഭാഗം തകർന്നു വീണു എന്ന് എന്നെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പം തന്നെ ഇവിടെ വന്ന് സന്ദർശിക്കുകയും നോക്കുമ്പോൾ ഇതിങ്ങനെ ഇതായാൽ ശരിയാവില്ല എന്ന അടിസ്ഥാനത്തിൽ ഞാനൊരു ഒരു വീഡിയോ ചെയ്തിട്ട് വ്യാപകമായി ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ച് ഇങ്ങനെ ഒരു 10ഓളം കോളുകൾ അവർക്ക് വന്നതിന് ശേഷമാണ് അവരിങ്ങോട്ട് വരാൻ തയ്യാറായത്. നമുക്കുള്ള ആശങ്ക എന്ന് പറഞ്ഞാൽ, ഒരു പഞ്ചായത്ത് അംഗം ഭരണസമിതിയിൽ കൊടുക്കുന്ന ഒരു അപേക്ഷ, ഈ അപേക്ഷൻ്റെ നിജസ്ഥിതിയെ മനസ്സിലാക്കണമെങ്കിലും ഒന്ന് വന്ന് സന്ദർശിക്കാമായിരുന്നു. അതിന് പോലും തയ്യാറാവാതെയാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു വൈരാഗ്യം വെച്ചിട്ട് മാറ്റി നിർത്തുന്നത്. അംഗൻവാടി ടീച്ചർ കൂടി ഇവിടെ ഉണ്ട്. ടീച്ചറെ, കുട്ടികൾക്കൊക്കെ സ്വാഭാവികമായിട്ട് ആശങ്ക ഉണ്ടാവും അല്ലെ? രക്ഷിതാക്കൾക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടാവും ഇങ്ങനെ ഒരു ബിൽഡിങ്ങിലല്ലേ? അതെ. ഇത് മാറ്റേണ്ടതല്ലേ ശരിക്കും? മാറ്റേണ്ടത്. ഇപ്പം ഇങ്ങോട്ട് കുട്ടികളെ അയക്കുന്നില്ല? ഇല്ല. ഇപ്പൊ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ഇവിടെ സ്കൂൾക്ക് ഷിഫ്റ്റ് ആക്കുന്നത് പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട്. എന്തായാലും കുട്ടികൾ ആണ്, അതുകൊണ്ട് തന്നെ കുട്ടികളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം ഒരു കെട്ടിടത്തിൽ എന്തായാലും ഈ അംഗൻവാടി പ്രവർത്തിക്കാൻ കഴിയില്ല. അധികൃതർ കൃത്യമായി ഇതിൽ ഇടപെടണം എന്ന ആവശ്യമാണ് ഉയരുന്നത്.